നമസ്കാരം കുട്ടികളും, സുഭാഷ് സാറാണ്. നമ്മളിന്ന് പ്ലസ് ടു സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചെയ്യുന്നത്. സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്. ഇത് രണ്ട് ഇക്വേഷൻസിന്റെയാണ്. എക്സാമിന് ചിലപ്പോൾ 3 ഇക്വേഷൻസോ 2 ഇക്വേഷൻസോ ആണ് വരുന്നത്. കൂടുതലും 3 ഇക്വേഷൻസ് അത് ഏറെ വലുതായതുകൊണ്ടാണ് ഞാനൊരു ചെറിയ പ്രോബ്ലം നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അവിടെ ചെയ്യുന്നത്, പക്ഷേ അത് ഇച്ചിരി ഏറെ ചെയ്യാറുണ്ട് കേട്ടോ. പ്രൊസീജിയർ എല്ലാം സെയിം ആണ്, ഷുവർ ക്വസ്റ്റൻ ആണ്. ഇത് രണ്ട് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ കണ്ടുപിടിക്കണം. എ. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന മെട്രിക്സിനെ കണ്ടുപിടിക്കണം. പിന്നെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സിനെയും കണ്ടുപിടിക്കണം. ഈ 3 പേരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ കൂടെയുള്ള നമ്പർ കണ്ട പോലെ 3ഉം -2 അതാണ് ഫസ്റ്റ് റോയിൽ എഴുതേണ്ടത്. ഓക്കെ. രണ്ടാമത് ഈ 5ഉം ഈ 1ഉം അതാണ് രണ്ടാമത്തെ റോയിൽ. കണ്ടല്ലോ, 5x-ലെ 5ഉം വെറും y എന്ന് പറയാൻ 1y, ഒരു 1y കേട്ടോ. ബി എന്ന് പറയാൻ റൈറ്റ് സൈഡ് നമ്പറുകൾ 4-ലോ. എക്സ് എന്ന് പറയാൻ കണ്ടുപിടിക്കേണ്ട വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഓക്കെ. 3 മെട്രിക്സുകളെ ഫോം ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ്ലി ഫൈൻഡ് ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് 3 - 2 5 ഈസ് ഈക്വൽ ടു 3 × 1 3 മൈനസ് 5 × -2 -10. അപ്പൊ നടുക്കൊണ്ടവനെ 2 മൈനസ് കണ്ടോ. അപ്പൊ 3 × 1 3 മൈനസ് 5 × -2 -10. ഇങ്ങനെ രണ്ടാമത് ഇതാണ്. അപ്പൊ രണ്ടോടെ ചേർന്നിട്ട് +13 ആവും മോനെ. 3 + 10 13 ആവും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ അഡ്ജോയിന്റ് എഴുതാൻ പോവാണേ. അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് ഓഫ് എ എഴുതുന്നത് നോക്കിയാണെങ്കിൽ ഷോർട്ട് കട്ട് ആണ്. ഈ 2 നമ്പറെ കണ്ടോ, 3 1, അതിനെ തിരിച്ചെഴുതണം 1 3 കണ്ടോ. 3 എന്നുള്ളതിനെ 1 3 ആയിട്ട് എഴുതണം. എന്നിട്ട് ഈ 2 നമ്പറിനെ കണ്ടോ, അതിന്റെ അവിടെ തന്നെ എഴുതിക്കൊണ്ട് സൈൻ മാറ്റണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. -2 + 2 ആയി, +5 -5. അപ്പോൾ ഇവരെ സൈൻ ചേഞ്ച് ചെയ്യുക, ഇവരെ ആ നമ്പർ തന്നെ ഇട്ടുകൊണ്ട് സൈൻ കേട്ടോ. ഇവരെ ഇന്റർചേഞ്ച് ചെയ്യണം, ഇവരെ എന്ത് ചെയ്യണം, സൈൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇവരെ തിരിച്ചിട്ടു, ഇവരെ അവിടെ തന്നെ ഇട്ടുകൊണ്ട് സൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അഡ്ജോയിന്റ് ആയി. നെക്സ്റ്റ് നമുക്ക് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സിന്റെ ഫോർമുല അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് എന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവനെ പിടിച്ച് മണ്ടയ്ക്ക് എഴുതുക, ഇവനെ പിടിച്ച് താഴെ എഴുതുക, അത്രേ ഉള്ളൂ. നമ്മൾ ചുമ്മാ അങ്ങോട്ട് എഴുതണം. 1 2 -5 3 13 അത്രേ ഉള്ളൂ. എ ഇൻവേഴ്സ് ആയി കേട്ടോ. അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് ആയി, അഡ്ജോയിന്റ് ആയി, എ ഇൻവേഴ്സ് ആയി. ഇനി ലാസ്റ്റ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. therefore x = a ഇൻവേഴ്സ് × b. x = a ഇൻവേഴ്സ് b എന്ന് പറയുമ്പോൾ ഈ a ഇൻവേഴ്സ് എഴുതണം കേട്ടോ. a ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 -5 3 /13 ഇൻറ്റു b. b എന്ന് പറഞ്ഞാൽ 4 11. ഓക്കെ. ഇനി അതും ഇൻറ്റു ചെയ്യുമ്പോൾ പ്രോബ്ലം തീരും. ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് വരയിട്ടാൽ നല്ലത്. അങ്ങനെ ഈ ഫസ്റ്റ് റോ കണ്ട 2 പേർ, ഇവിടെ 2 പേരെ കണ്ടോ. ഇയാളും കൊണ്ട് ഇയാളെ, അടുത്ത ആളും കൊണ്ട് അടുത്ത ആളെ ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യണം. ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ 1 × 4 4 + 2 × 11 22. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ കണ്ടേ. 1 × 4 അടുത്തത് 2 × 11 തമ്മിൽ ആഡ് ചെയ്യണം. അടുത്ത ഈ 2 പേരും കൊണ്ടാണ് ഈ 2 പേരെ, ഇയാൾ അടുത്ത ആൾ -5 × 4 -20 പ്ലസ് 3 × 11 33 ബൈ എത്രയാണ് 13 അല്ലേ. ആൻസർ വരുമ്പോൾ ഇത് തമ്മിൽ ചേരുമ്പോൾ 26 വരും. ഇത് തമ്മിൽ ചേരുമ്പോൾ 20 13 13 വരും അല്ലേ. /13 ഡിവൈഡ് ചെയ്യുമ്പോൾ 26/13 2, 13/13 1. therefore x = y = 1. അത്രയും. ഇത് 2/2 ആണ്. എക്സാമിന് കൂടുതൽ 3/3 ചോദിക്കാറുള്ളത്. അത് ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ 2/2 ഒന്ന് ചെയ്ത് കാണിച്ചത് കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരും ഇതിന്റെ 3/3 കൂടെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതാണെങ്കിൽ 6 മാർക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.